യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ നമ്മൾ ഈ ഗൾഫ് എന്നൊക്കെ വിളിക്കുന്ന ഒരു രാജ്യം, അതാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മലയാളികൾ ഒരുപാടുള്ള നാടാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. പല എമിറേറ്റുകൾ ചേർന്ന ഒരു രാജ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത്. ദുബായ്, ഷാർജ അങ്ങനെയുള്ള പല പല എമിറേറ്റുകളുണ്ട്, അബുദാബി അങ്ങനെയുള്ള എമിറേറ്റുകളുണ്ട്. സാധാരണ ഈ GCC രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും പോഷ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്, അറബ് രാജ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത്. ദുബായ് അവിടെ യൂറോപ്യൻ ലെവലിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റ് സാധനങ്ങൾ, അതായത് അബുദാബി ഇപ്പോൾ വലിയ രീതിയിലുള്ള സാമ്പത്തികമായി വലിയ രീതിയിൽ അഭിവൃദ്ധിപ്പെടുകയാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ പണ്ട് മുതലേ ഉണ്ട്. ഇപ്പോഴിതാ ഒരു നാശത്തിലേക്ക് UAE കാലെടുത്ത് വയ്ക്കുന്നു എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. അതായത് UAE ആദ്യമായി ഇസ്രായേലിനെ പരസ്യമായി ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഭീഷണി വന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അറബ് രാജ്യങ്ങൾക്കിടയിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായി നിലവിൽ മികച്ച ബന്ധമാണ് ഇസ്രായേലിനുള്ളത്. എന്നാൽ ഇസ്രായേലിൻ്റെ സമീപകാല നീക്കങ്ങളിൽ UAE അസ്വസ്ഥരാണ് എന്നാണ് പറയുന്നത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ള പദ്ധതികളെക്കുറിച്ച് UAE ഇസ്രായേലിന് കർശന മുന്നറിയിപ്പ് നൽകി. ഈ നീക്കത്തെ പ്രാദേശിക സ്ഥിരതയ്ക്കും ഭാവി നയതന്ത്ര ബന്ധങ്ങൾക്കും ഭീഷണിയായ ഒരു ചുവപ്പ് രേഖ എന്നാണ് വിശേഷിപ്പിച്ചത്. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ നിർദ്ദിഷ്ട പദ്ധതി അബ്രഹാം കരാറുകളെ ഗുരുതരമായി ദുർബലപ്പെടുത്തുമെന്ന് ബുധനാഴ്ച UAEയുടെ രാഷ്ട്രീയകാര്യ സഹമന്ത്രി ലാന നുസൈബൈ പറഞ്ഞു. 2020 അബുദാബിയും ടെൽ അവീവും തമ്മിൽ ഔപചാരിക ബന്ധം സ്ഥാപിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇതെന്ന റിപ്പോർട്ടുണ്ട്. നിരവധി യൂറോപ്യൻ രാജ്യങ്ങളും ഓസ്ട്രേലിയയും കാനഡയും ഫലസ്തീനെ അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനു മറുപടിയായി നെതന്യാഹു സർക്കാർ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ പദ്ധതിയിടുന്നു എന്ന റിപ്പോർട്ടുകളും ഉണ്ട്. എന്തായാലും ഈ അധിനിവേശത്തിനെതിരെയാണ് UAE ഇപ്പോൾ ഇസ്രായേലിന് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.